ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഒരു ക്യാൻവാസ് ഷൂസിൽ വൺ സ്ട്രോക്ക് പെയിൻറ്റിങ് എങ്ങനെ ചെയ്യാമെന്ന് കാണിക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ കോബാൾട്ട് ബ്ലൂവും വൈറ്റും പ്രഷ്യൻ ബ്ലൂവും സാപ്പ് ഗ്രീനും വൈറ്റും അങ്ങനെ ഇത്രയും കളേഴ്സാണ് എടുത്തത്. അതിനെ നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് രണ്ട് കളറും രണ്ടായിട്ട് തന്നെ എടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ടാണ് എടുത്തത്. എന്നിട്ട് നമുക്ക് ആദ്യത്തെ പെറ്റൽ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഒറ്റ ടൈം കൊണ്ട് പറ്റില്ല. അത് ഉണങ്ങിയിട്ട് വീണ്ടും അതിൻ്റെ പുറത്തൊന്നുകൂടെ ഇത് ക്യാൻവാസ് ഇങ്ങനെ കട്ടിയുള്ളതും ഡ്രൈ ആയിട്ടിരിക്കുന്നതും കൊണ്ട് അത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2-3 കോട്ട് അടിക്കണം. ഉണങ്ങിയിട്ട് വേണം അടിക്കണം, അല്ലെങ്കിൽ അത് ഇതാകില്ല. പിന്നെ ഇപ്പോൾ ഇതിൽ ഞാനിങ്ങനെ കാണിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അത് നല്ലവണ്ണം ഉണങ്ങിയിട്ട് അടുത്ത ഇത് അടിക്കേണ്ടി വരും. ഡ്രൈ ആയിട്ട് ഇനി അടിച്ചാലേ അതിൻ്റെ ഷേപ്പ് കിട്ടുകയുള്ളൂ. ഇതൊരു ചെറിയ ഫ്ലവറാണ്, മൊട്ട് പോലെ. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഒരു ഫ്ലവർ ചെയ്താലും മതി. അപ്പം ഞാനിതിങ്ങനെ മൊട്ട് പോലെ ചെയ്ത് കാണിക്കുന്നു. ഇത്തിരി ലീഫും ഒരു വള്ളിയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഭംഗി വരും. വീണ്ടും ടച്ച് ചെയ്യണം. അത് ടച്ച് ചെയ്ത് വേണം അതിൻ്റെ ഷേപ്പ് വരുത്താൻ. ഇത് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിപ്പോൾ കാണിക്കാൻ വേണ്ടി എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റും. അടുത്ത് നമുക്ക് ലീഫ് പെയിൻറ്റ് ചെയ്യാം. ലീഫ് സാപ്പ് ഗ്രീനും വൈറ്റും കൂടെ.
ലീഫുകൾ നമ്മൾ സ്ഥലമുള്ളിടത്തൊക്കെ ലീഫുകൾ ചെയ്യാം. ലീഫ് ചെയ്തിട്ട് ഭംഗി അനുസരിച്ച് ചെയ്യുക. ഇതിലൊത്തിരി ക്യാൻവാസിൽ പാടാണ്. തുണിയിലും പേപ്പറിലും ക്യാൻവാസിലൊക്കെ ചെയ്യാം. സാധാ ക്യാൻവാസിലൊക്കെ ചെയ്താൽ കുഴപ്പമില്ല. ഇത് ഇച്ചിരി പാടാണ്. ക്യാൻവാസ് തുണിയല്ലേ ഇത്. ഫ്ലവേഴ്സ് റൗണ്ട് ബ്രഷ് കൊണ്ട് വെറുതെ ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്താൽ മതി. ഞാൻ ആദ്യം ചെയ്തിട്ട് ഡ്രൈ ആയപ്പോൾ വീണ്ടും ഒന്നുമില്ല, എങ്കിലേ അത് ക്ലിയറായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു ഡെയ്സി പൂ പോലെ ചെറുതായിട്ട് ചെയ്ത് ഫില്ലർ പോലെ ചെയ്യാം നമുക്ക്.
നമുക്ക് അവിടെ ഇവിടെ ഓരോ ഡോട്ട് പോലെ ചെറിയ കുഞ്ഞു പൂക്കൾ പോലെ ചെയ്ത് കൊടുക്കുക, ഫില്ലാക്കാൻ വേണ്ടി കുഞ്ഞു കുഞ്ഞു ഡോട്ടുകളും അതുപോലെ ചെയ്ത് കൊടുക്കുക. ഉണങ്ങി വന്നാലും അത് ചെയ്തുകൊണ്ടിരുന്ന അതിൻ്റെ ഭംഗി കൂടും. ഡ്രൈ ആയി വരുമ്പോൾ നമ്മൾ അതിന് പുറത്തൂടെ വരച്ച് അതിൻ്റെ ഷേപ്പ് വരുത്തണം. ഓൺ സ്ട്രോക്ക് അല്ലാതെ നല്ല എളുപ്പമാണ്, ഇതിൽ കുറച്ച് പാടാണ്. ഉണങ്ങി കഴിഞ്ഞേ ചെയ്യാൻ പറ്റും. നമുക്ക് വീഡിയോ കാണിക്കുമ്പോൾ ഇതുപോലെ ക്ലിയറായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. ഡ്രൈ ആയി പിന്നെ അത് ദിവസങ്ങൾ പിടിക്കും. അതുകൊണ്ട് പെട്ടെന്നുള്ള പെയിൻറ്റിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരുന്നതാണ്. നമ്മുടെ ക്യാൻവാസ് ഷൂ റെഡിയായി. അപ്പം ഞാൻ ഇതിന് മുമ്പ് ഒരു എണ്ണം ചെയ്തു, അത് ഞാൻ ഡ്രൈ ആയി ചെയ്തു ക്ലിയർ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ കാണിക്കുകയാണ്. സബ് ചെയ്യാത്തില്ലെങ്കിൽ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.